മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഡേ 1 മുതൽ, ഇപ്പോൾ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഡേ 1 മുതൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വായിക്കേണ്ടത്, അത് വെച്ച് എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്, അത് വെച്ച് എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൽ ബയോളജിയുടെ കാര്യം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് NCERT എന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബയോളജിയുടെ ഒക്കെ കാര്യത്തിൽ ഓരോ ലൈനിൽ നിന്ന് വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഒക്കെ ആണെങ്കിൽ NCERTയുടെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ NCERT പഠിക്കാതെ ലോകത്തുള്ള വേറെ എല്ലാ ബുക്കും പഠിച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പം വെറുതെ കളയുന്ന ചില ലൈൻസ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതായത് NCERTയുടെ ഓരോ ലൈനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങളിത് വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ച് പോകാറുണ്ട്, ചിലപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് അത് നോക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നതല്ല ആക്ച്വലി NCERT റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ആക്ച്വലി ആ ലൈൻ മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ലൈനിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ NCERT വായിക്കുന്നുണ്ടാവും, അതിൽ ചില ഭാഗങ്ങളെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടാവും, ഓ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ വായിക്കാറുണ്ടോ, അതോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മറി വായിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ വേണ്ടാന്ന് കരുതി കളയുന്ന ഭാഗങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ പെരിഫറിയിലൂടെ ഇങ്ങനെ വെറുതെ വായിച്ചു പോകാതെ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരൽ ഉപയോഗിക്കാം. വിരൽ വെച്ച് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പോവുക. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും, പക്ഷേ അതേ സമയം നമുക്ക് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ കൈ വളരെ പതുക്കെ പോകുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ചൊക്കെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വിരൽ കൂടിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത തവണ വായിക്കുമ്പോൾ ആ ഒരു രീതിയിൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കംപ്ലീറ്റ് ലൈൻസും അണ്ടർലൈൻ ചെയ്യുന്നതുകൊണ്ടോ ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അണ്ടർലൈൻ ചെയ്യുന്നതും ചെയ്യാത്തതും ഒരുപോലെ ആക്കുകയേ ചെയ്യുള്ളൂ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പെർട്ടിക്കുലർ കളർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു യെല്ലോ കളർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടേംസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ഇനി അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കുകയാണ്, അത് എക്സാമ്പിൾസോ എന്തെങ്കിലും നമ്പേഴ്സോ അങ്ങനെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തതായിട്ട് ഈ NCERT വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പല മക്കളും ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇത് അങ്ങനെ തന്നെ എഴുതണോ? അപ്പോൾ നിങ്ങൾ മിക്കവാറും ആൾക്കാർ നോട്ട് എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് നോട്ടിലേക്ക് പകർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് നോട്ടിലേക്ക് പകർത്തുന്നുണ്ടാവും. അത് ആക്ച്വലി നോട്ട് നിങ്ങളത് എഴുതുന്നതും എഴുതാത്തതും സെയിം ആണ്. അപ്പോൾ NCERTയിലെ കാര്യം നിങ്ങൾ പകർത്തുമ്പം അതിന് ആവശ്യം എന്താ? NCERTയിൽ ഓൾറെഡി അതുണ്ടല്ലോ. അല്ലെങ്കിൽ ടീച്ചറുടെ നോട്ട് നിങ്ങൾ പകർത്തുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിലും അഗ്നി ബാച്ചിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സെയിം നോട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ സെയിം സാധനം നിങ്ങൾ പകർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല, സമയം നഷ്ടമല്ലാതെ. അപ്പോൾ പകരം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ഫ്ലോ ചാർട്ടായിട്ടോ ഒരു ഡയഗ്രാം ആയിട്ടോ എന്തെങ്കിലും ഒരു സൈക്കിൾ പോലെ ഒരു ടേബിൾ പോലെയോ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കാം, സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിക്കാം. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും ടെക്സ്റ്റ് ബുക്കോ ടീച്ചേഴ്സിൻ്റെ നോട്ടോ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാതിരിക്കുക, നോട്ട്സ് ആക്കി മാറ്റാതിരിക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും പഠിക്കാനൊക്കെ ഒത്തിരി സമയം എടുത്ത് പഠിക്കും, പക്ഷേ റിവിഷൻ ചെയ്യില്ല. നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചത് വേസ്റ്റാണ്. കാരണം നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനിൽ അത് ലോങ് ടേം മെമ്മറി ആയിട്ട് മാറുള്ളൂ. അപ്പം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടി വരും.
അപ്പോൾ ആദ്യം നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, പ്യുവർ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളൊരു റീഡിംഗ് ആയിട്ട് അത് എടുക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ജസ്റ്റ് അണ്ടർലൈൻ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ആൻഡ് രണ്ടാമത്തെ റീഡിങ്ങിൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി അറിയാം കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുമോ അണ്ടർലൈൻ ചെയ്തോ പോവാം. മൂന്നാമത്തത് ആക്ച്വലി നമ്മളുടെ റിവിഷനാണ്. ആ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പേപ്പർ വെച്ച് അത് കവർ ചെയ്തിട്ട് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സൈഡിൽ മാർക്ക് ചെയ്യാം, നീറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വീണ്ടും NCERT വായിക്കുന്ന സമയത്ത്. ഓക്കെ. ആൻഡ് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് MCQ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം ടെസ്റ്റുകൾ എടുക്കുക. ആ ടെസ്റ്റുകൾ എടുക്കുന്നത് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് എടുത്തൊരു പ്രാക്ടീസ് ഉണ്ടാവണം. നിങ്ങൾ ഈ ഒരു ഇങ്ങനെ നമുക്കറിയാം ക്വസ്റ്റ്യൻ വരുന്നത് MCQ ആണ്, അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറുപ്പിച്ചാണ് പോകേണ്ടത്, അതിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് വേണം. അപ്പോൾ അത് ഇപ്പം തന്നെ ഡേ 1 മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ പഠിച്ച് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NCERT മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. NCERT മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് നീറ്റിൽ തീർച്ചയായിട്ടും റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.